22ാമത്തെ ചോദ്യം. In the picture, A, B, C are points on the circle centered at O. How much is angle ACB? When the corner of a bent wire is placed at the center of a circle, 1/6 of the circle was included within it. If this corner is placed at some point on the circle, what fraction of the circle would be included within it? ചിത്രത്തിൽ എ ബി സി ഇവ ഓ കേന്ദ്രമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. കോൺ എ സി ബി എത്രയാണ്? ഒരു കമ്പി രണ്ടായി മടക്കി അതിന്റെ ഒരു മൂല ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിന്റെ 1/6 ഭാഗം അതിനുള്ളിൽ പെട്ടു. ഇതേ കമ്പിയുടെ മൂല വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് അതിനുള്ളിൽ ഉണ്ടാവുക? അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഒരു സർക്കിൾ, ഈ സർക്കിളിലെ 2 പോയിന്റ് ആണ് എ ബി. ഈ പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് അഥവാ വൃത്ത കേന്ദ്രത്തിലേക്ക് ഒരു ആംഗിൾ വന്നിട്ടുണ്ട്. അത് എത്രയാണ്? 100 ഡിഗ്രിയാണ്. ഇനി ഈ എ ബി എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ എ സി ബി എന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ എ സി ബി ആണ്. ഇനി ഈ എ ബിയെ യോജിപ്പിച്ച് നമുക്കൊരു കോഡ് അഥവാ ഒരു ഞാൺ ഉണ്ടാക്കാം. സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ അതേ കോഡിൽ നിന്നും വന്ന കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും. ഇവിടെ കേന്ദ്ര കോൺ എത്രയാണ്? അഥവാ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ സി ബി എന്നത് 100 ഡിഗ്രിയുടെ പകുതിയാണ്, അതായത് 50 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ചോദ്യം. ഒരു വയറുണ്ട്. ഈ വയറിന് ഒരു സ്ട്രൈറ്റ് വയർ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഈ വയറിനെ ബെൻഡ് ചെയ്യാൻ ഒരു വി ഷേപ്പിലായിട്ട് എന്ത് ചെയ്യണം? ബെൻഡ് ചെയ്യാൻ. അങ്ങനെ ബെൻഡ് ചെയ്ത് ആദ്യത്തെ ഒരു സർക്കിളിൽ ആ സർക്കിളിന്റെ സെന്ററിലേക്ക് ആ ബെൻഡ് ചെയ്ത വയർ വെക്കുകയാണ്. ഇനി രണ്ടാമത്തെ സർക്കിളിലോ ആ ബെൻഡ് ചെയ്ത വയർ വെക്കുന്നത് ആ സർക്കിളിലേക്കാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു ഡീറ്റെയില് ഈ സർക്കിളിന്റെ 1/6 ഭാഗത്താണ് ആ ബെൻഡ് ചെയ്ത വയർ നിൽക്കുന്നത്. അതായത് നമുക്കറിയാം ഒരു സർക്കിളിന്റെ മുഴുവൻ കോൺ എത്രയാണ്? 360 ഡിഗ്രി അല്ലേ? ഈ 360 ഡിഗ്രിയുടെ 1/6 ഭാഗം, 1/6 എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിനെ 6ആയി കട്ട് ചെയ്ത് അതിലെ ഒരു ഭാഗം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ സർക്കിളിന്റെ മുഴുവൻ കോണ് 360 ഡിഗ്രിയാണ്. അപ്പൊ 360 ഡിഗ്രിയെ 6 ആക്കി ഭാഗിച്ചാൽ എത്ര വരും? 60 ഡിഗ്രി. അതായത് ഈ വയറിന്റെ ബെൻഡ് ചെയ്ത ഈ ഭാഗത്തെ ആംഗിൾ അഥവാ കോൺ എത്രയാണ്? 60 ഡിഗ്രിയാണെന്ന് കിട്ടി. അപ്പൊ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? കാരണം ഈ സെയിം വയർ തന്നെയാണ് ഇവിടെയും വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ടാമത്തെ ഫിഗറിൽ ഈ വയർ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വയർ എത്ര ഭാഗമാണ്, ഈ സർക്കിളിന്റെ എത്ര ഭാഗമാണ്? ഇവിടെ 1/6 എന്ന് പറഞ്ഞതുപോലെ ഈ സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഈ വയറിന്റെ ഉള്ളിൽ പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ നമുക്ക് ഈ സർക്കിളിന്റെ സെന്ററിലേക്കല്ലേ ഈ വയർ വന്നിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സർക്കിളിന്റെ സെന്ററിലേക്ക് വരയ്ക്കാം. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഒരു കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ കേന്ദ്ര കോണിന്റെ പകുതിയാണ്. അപ്പൊ കേന്ദ്ര കോണിന്റെ പകുതിയാണ് 60 ഡിഗ്രി. അപ്പോൾ കേന്ദ്ര കോൺ എത്രയായിരിക്കും? 60 ഡിഗ്രിയുടെ ഇരട്ടി, അതായത് 120 ഡിഗ്രി. അതായത് ഈ വയർ ഈ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അതായത് ടോട്ടൽ 360 ഡിഗ്രിയിൽ 120 ഡിഗ്രിയും ഈ വയർ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? 120നെ 120 കൊണ്ട് തന്നെ ഹരിച്ചാൽ 1, 360നെ 120 കൊണ്ട് ഹരിച്ചാൽ 3. അതായത് ഈ സർക്കിളിന്റെ 1/3 പാർട്ടാണ് ഈ ബെൻഡ് ചെയ്ത വയറിന്റെ ഉള്ളിലായിട്ടുള്ളത്. അടുത്തതായി 22ാമത്തെ ബി ക്വസ്റ്റ്യൻ. In the picture, the circle with the diameter AB cuts BC at D. How much is angle ADB? Prove that the circles drawn with the equal sides of an isosceles triangle as diameters pass through the midpoint of the third side. ചിത്രത്തിൽ എ ബി വ്യാസമായ വൃത്തം ബി സിയെ ഡിയിൽ മുറിക്കുന്നു. കോൺ എ ഡി ബി എത്രയാണ്? ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ
മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകുന്നു എന്ന് തെളിയിക്കുക. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ്? ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ് AB. ഇനി ഈ വ്യാസത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ ADB. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഡയമീറ്റർ ഒരു കോഡാണ്. കാരണം എന്താണ്? വൃത്തത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിയാണ് ഒരു ഡയമീറ്റർ നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഡയമീറ്ററും എന്താണ്? ഒരു കോഡ് അഥവാ ഒരു ഞാണാണ്. അപ്പോൾ ഒരു ഡയമീറ്ററിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന കോണുകളെല്ലാം 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ AB എന്ന ഡയമീറ്ററിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ ADB എന്നത്. അതുകൊണ്ട് ആംഗിൾ ADB എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് ദ സർക്കിൾസ് ഡ്രോൺ വിത്ത് ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ്. ഇവിടെ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്കൊരു ഐസോസെലസ് ട്രയാംഗിൾ അഥവാ ഒരു സമപാർശ്വ ത്രികോണം തന്നിട്ടുണ്ട്. എന്താണ് ഐസോസെലസ് ട്രയാംഗിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്? ഒരു ട്രയാംഗിളിന്റെ രണ്ട് സൈഡുകൾ തുല്യമാകുന്ന ട്രയാംഗിൾസ് അഥവാ ത്രികോണങ്ങളെയാണ് നമ്മൾ ഐസോസെലസ് ട്രയാംഗിൾ അഥവാ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. ഈ ട്രയാംഗിളിന്റെ ഈ സൈഡും എന്താണ്? തുല്യമാണ്. ഇത് മൂന്നാമത്തെ സൈഡ്, അതായത് ഈ രണ്ട് സൈഡിനോട് തുല്യമല്ലാത്ത മൂന്നാമത്തെ സൈഡ്. ഇനി ഈ തുല്യമായ സൈഡുകളെ ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് നമ്മൾ രണ്ട് സർക്കിൾസ് വരയ്ക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സർക്കിൾസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഈ മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് സർക്കിൾസും 2 സർക്കിൾസ് മീറ്റ് അറ്റ് എ പോയിന്റ് D. നമുക്ക് ആ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ D എന്ന് വിളിക്കാം. അപ്പൊ രണ്ട് സർക്കിൾസും D എന്നൊരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. രണ്ടാമത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആ D എന്നത് ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ്. D is the midpoint of third side. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതിലെ ആദ്യത്തെ കാര്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്ത ഈ ഒരു ഇത് വെച്ചിട്ടാണ്. അതായത് ഇവിടെ ഈ ട്രയാങ്കിളിൽ നമുക്ക് A B C എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ എയിൽ നിന്ന് ഡിയിലേക്ക് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഈ സർക്കിൾ മാത്രം നോക്കുക. ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് AB എന്ന ഡയമീറ്ററിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ ADB. അപ്പോൾ ആംഗിൾ ADB എത്രയാണെന്ന് നമുക്കറിയാം. ആംഗിൾ ADB എന്നത് 90 ഡിഗ്രി ആണെന്ന് അറിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? D എന്നത് ഈ വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ്. ഇനി ഈ സർക്കിൾ നോക്കുക. ഈ സർക്കിളിന്റെ ഡയമീറ്റർ ഏതാ? AC അല്ലേ? ഈ AC എന്ന ഡയമീറ്ററിൽ നിന്ന് ഈ വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ ADC എന്നത്. അത് എത്രയാണ്? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ആംഗിൾ ADC 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വൃത്തത്തിലെ AC ഡയമീറ്റർ ആയി വരുന്ന ഈ വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ് D. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? AB എന്ന ഡയമീറ്റർ ആയ ഈ വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ് D. അതുപോലെ AC ഡയമീറ്റർ ആയ ഈ വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ് D. അതായത് രണ്ട് സർക്കിൾസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് D എന്ന് കിട്ടിയില്ലേ? അങ്ങനെ നമ്മൾ ആദ്യത്തെ കാര്യം പ്രൂവ് ചെയ്യും. ഇനി രണ്ടാമത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? D എന്നത് തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റ് ആണ്. ഇതൊരു ഐസോസെലസ് ട്രയാംഗിൾ ആണ്. അതായത് ABയും ACയും തുല്യമാണ്. അപ്പൊ ഈ തുല്യമായ ഈ സൈഡിന്റെ ഈ വെർട്ടെക്സിൽ നിന്ന് ഈ മൂലയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ BCയിലേക്ക് വരച്ചു കഴിഞ്ഞാൽ BC അത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അതായത് ഡിയിൽ നിന്ന് ബിയിലേക്കും ഡിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് തുല്യമായിരിക്കും. അതായത് ദൂരം തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? BCയുടെ മിഡ് പോയിന്റ് ആണ് D എന്ന് പറഞ്ഞൂടെ? അതായത് ഒരു ഐസോസെലസ് ട്രയാംഗിളിന്റെ ഈക്വൽ സൈഡ്സ്, അതായത് തുല്യ ഭാഗങ്ങൾ വ്യാസമാക്കിക്കൊണ്ട് അഥവാ ഡയമീറ്റർ ആക്കി നമ്മൾ രണ്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിൾസ് ഈ ഐസോസെലസ് ട്രയാംഗിളിന്റെ മൂന്നാമത്തെ സൈഡിനെ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുക എന്ന് നമുക്ക് തെളിയിക്കാം. ഇനി ഇതിന്റെ പ്രൂഫ് എങ്ങനെയാണ് സെന്റൻസ് ആക്കി എഴുതുക എന്ന് നോക്കാം. എങ്ങനെയാണ് പ്രൂഫ് ആക്കി എഴുതുക? ദ സർക്കിൾ വിത്ത് ഡയമീറ്റർ AB, അതായത് AB എന്ന ലൈൻ ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിന്റെ ആംഗിൾ ADB എന്നത് 90 ഡിഗ്രിയാണ്. ആംഗിൾ ADB 90 ഡിഗ്രിയാണ്. ദെർഫോർ നമുക്ക് എന്ത് പറയാം? D is a point on this circle. ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് D. സിമിലർലി അതുപോലെ തന്നെ ദ സർക്കിൾ വിത്ത് ഡയമീറ്റർ AC ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിൾ, അതിന്റെ ആംഗിൾ ADC എന്നതും 90 ഡിഗ്രിയാണ്.
Therefore, D is a point on this circle. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് D. Hence, D is a point on intersection of both circle. ഈ രണ്ട് സർക്കിളിന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് D എന്ന് പറയാം. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്. The perpendicular line from A to D bisects the third side. അതായത് ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ ഭാഗമായ ബി സി എ ഡി എന്ന ഈ ലൈൻ ബൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ ലൈൻ ഈക്വലി ഡിവൈഡ്സ് ബി സി. ബി സി എന്ന ലൈനിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. Therefore, നമുക്ക് എന്ത് പറയാം? D is the midpoint of BC. D എന്നത് BC യുടെ മിഡ് പോയിന്റ് ആണ്. Hence, we can prove that the circles drawn with equal sides of an isosceles triangle as diameters pass through the midpoint of the third side. ഇനി മലയാളത്തിലുള്ള പ്രൂഫ്. എ ബി വ്യാസമായുള്ള വൃത്തം ആംഗിൾ എ ഡി ബി 90 ഡിഗ്രി. അതിനാൽ ഡി ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. അതുപോലെ എ സി വ്യാസമായുള്ള വൃത്തം ആംഗിൾ എ ഡി സി 90 ഡിഗ്രി. അതിനാൽ ഡി ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. അതിനാൽ ഡി രണ്ട് വൃത്തങ്ങളുടെയും ഛേദന ബിന്ദുവാണ്. എ മുതൽ ഡി വരെയുള്ള ലംബരേഖ മൂന്നാം വശത്തെ വിഭജിക്കുന്നു. അതായത് രേഖ ബി സി മൂന്നാം വശത്തെ തുല്യമായി വിഭജിക്കുന്നു. അതിനാൽ ഡി എന്നത് ബി സിയുടെ മധ്യബിന്ദുവാണ്. അതിനാൽ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് തെളിയിക്കുന്നു. അടുത്തത് 23ാമത്തെ ചോദ്യം. A square pyramid is made with each lateral face as in the figure. Calculate its slant height and height. Can a square pyramid be made with the lengths of the sides of each lateral face 40 centimeters, 25 centimeters, 25 centimeters? ചിത്രത്തിലെ സമപാർശ്വ ത്രികോണം പാർശ്വമുഖങ്ങളായി ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കുന്നു. സ്തൂപികയുടെ ഉയരവും കണക്കാക്കുക. വശങ്ങൾ 40 സെന്റിമീറ്റർ, 25 സെന്റിമീറ്റർ, 25 സെന്റിമീറ്റർ ആയ സമപാർശ്വ ത്രികോണം പാർശ്വമുഖമാവുന്ന സമചതുര സ്തൂപിക ഉണ്ടാക്കാമോ? അപ്പോ ഇവിടെ ആദ്യത്തെ ചോദ്യം എന്താണ്? ഒരു സ്ക്വയർ പിരമിഡ്. എങ്ങനെയാണ് സ്ക്വയർ പിരമിഡ് ഉണ്ടാവുക? ഇതാണ് ഒരു സ്ക്വയർ പിരമിഡിന്റെ ഏകദേശ ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ സ്ക്വയർ പിരമിഡിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ബേസ്, അതായത് അടിഭാഗം എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആയിരിക്കും. ആ സ്ക്വയറിന്റെ 4 മൂലകളിലായിട്ട് 4 ട്രയാങ്കിൾസുകൾ അഥവാ 4 ത്രികോണങ്ങൾ കൂടി നിൽക്കുന്നതാണ് ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസ് ആണ് തന്നിട്ടുള്ളത്. എന്താണ് ലാറ്ററൽ ഫേസ് എന്ന് പറയുന്നത്? പാർശ്വമുഖം. അതായത് ഈ ഓരോ ട്രയാങ്കിളിനെയുമാണ് ലാറ്ററൽ ഫേസ്. ഈ സ്ക്വയർ പിരമിഡിന്റെ ഒരു ലാറ്ററൽ ഫേസ് ആണ് ഇത്. അതുപോലെ ഈ സ്ക്വയർ പിരമിഡിന്റെ രണ്ടാമത്തെ ലാറ്ററൽ ഫേസ് ആണ് ഇത്. അങ്ങനെ 4 ലാറ്ററൽ ഫേസ് ഉണ്ടാവും ഒരു സ്ക്വയർ പിരമിഡിന്. അപ്പൊ ആ ലാറ്ററൽ ഫേസ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ ട്രയാങ്കിൾ. എത്രയാണ്? ഇതിന്റെ അടിഭാഗം 30 സെന്റിമീറ്റർ ആണ്. രണ്ട് സൈഡും 25 സെന്റിമീറ്റർ വീതമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ അടിഭാഗവും 30 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് 25 സെന്റിമീറ്റർ അങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു സ്ക്വയർ പിരമിഡ് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതിന്റെ അടിഭാഗം ഒരു സ്ക്വയർ, 4 ഭാഗത്തേക്കും ഓരോ ട്രയാങ്കിൾസ് അഥവാ ഒരു ത്രികോണങ്ങൾ. ഈ ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്ററൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഈ ഒരു സൈഡ് 30 ആണ്, അതുപോലെ ഈ രണ്ട് സൈഡുകൾ 25 ആണ് എന്നാണ് തന്നിട്ടുള്ളത്. ഇനി കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ഇറ്റ്സ് സ്ലാന്റ് ഹൈറ്റ്. എന്താണ് സ്ലാന്റ് ഹൈറ്റ്? അതായത് ഓരോ ലാറ്ററൽ ഫേസിന്റെയും നടുഭാഗം നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യാണ്. ഇതാണ് ഇതിന്റെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലത് എവിടെ ആയിരിക്കും? ഈ ഒരു ഭാഗത്ത്. ഇതാണ് സ്ലാന്റ് ഹൈറ്റ്. സ്ലാന്റ് ഹൈറ്റിനെ സ്മോൾ ലെറ്റർ L കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ട്രയാങ്കിൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്ലാന്റ് ഹൈറ്റ്. ഇത് 25 ആണ്, ഇത് 25 ആണ്. ഇനി ഇത് ടോട്ടൽ 30 ആണ്. ഇവിടെ എത്ര വരും? 15. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? ഇവിടെ ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ ഈ ഒരു സൈഡാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ കാണാം? പൈതഗോറസ് തിയർ പ്രകാരം ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ നമുക്ക് എങ്ങനെ എഴുതാം? L സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ഈക്വൽ ടു 25 സ്ക്വയർ. ഈ സ്ലാന്റ് ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അതിനെ മാത്രം ഇവിടെ നിർത്തുന്നു. 25 സ്ക്വയർ, ഈ 15 സ്ക്വയർ ഈ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 15 സ്ക്വയർ. ഇനി 25ന്റെ സ്ക്വയർ എത്രയാ? 625. 15ന്റെ സ്ക്വയർ എത്രയാണ്? 225. 625ൽ നിന്നും 225 പോയാൽ 400. അതായത് നമുക്കിവിടെ L സ്ക്വയർ, അതായത് സ്ലാന്റ് ഹൈറ്റിന്റെ അഥവാ ചെരിവ് ഉയരത്തിന്റെ സ്ക്വയർ 400 ആണെന്ന് കിട്ടി.
അപ്പൊ നമുക്ക് സ്ലാന്റ് ഹൈറ്റ് എങ്ങനെ കാണാം? റൂട്ട് 400. 400ന്റെ റൂട്ട് എത്രയാ? 20 സെന്റിമീറ്റർ ആണ് ഈ സ്ക്വയർ പിരമിഡിന്റെ സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം എന്ന് പറയുന്നത്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഓഫ് ദ പിരമിഡ്. പിരമിഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഈ മുകളിലെ മൂലയിൽ നിന്ന് അടിയിൽ വരുന്ന സ്ക്വയർ വരെയുള്ള ദൂരമാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് കാണാനായിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. a/2 ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ ഈക്വൽ ടു l സ്ക്വയർ. ഈ a എന്ന് പറയുന്നത് എന്താണ്? ബേസ് എഡ്ജ് അഥവാ പാദവക്കാണ്. അതായത് ഇതിലേതാ ഈ ഭാഗമാണ് a എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓരോ ട്രയാങ്കിളിന്റെയും പാദം ബേസ് എഡ്ജുകളെയാണ് നമ്മൾ a എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ലൈനുകളാണ് a എന്ന് പറയുന്നത്. ഇനി h ആണ് കണ്ടുപിടിക്കേണ്ടത്. l നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, 20 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തൂടെ? a എത്രയാണ്? 30 ആണെന്ന് തന്നിട്ടുണ്ട്. 30/2 ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ ഈക്വൽ ടു l സ്ക്വയർ എന്ന് പറയുന്നത് 20ന്റെ സ്ക്വയർ. ഇനി h സ്ക്വയറിനെ മാത്രം അവിടെ നിർത്തുന്നു. ബാക്കി എല്ലാം ഇക്വേഷന്റെ വലതു ഭാഗത്തേക്ക് കൊണ്ടുപോകും. മൈനസ് 30/2 ഹോൾ സ്ക്വയർ. 20ന്റെ സ്ക്വയർ എത്രയാണ്? 400. ഇനി 30ന്റെ പകുതി എത്രയാ? 15 അല്ലേ? 15ന്റെ സ്ക്വയർ എത്രയാണ്? 225. ഇനി 400ൽ നിന്നും 225 പോയാൽ എത്ര വരും? 175. അതായത് h സ്ക്വയർ എന്നത് 175 ആണ്. അപ്പൊ h എന്തായിരിക്കും? റൂട്ട് ഓഫ് 175 സെന്റിമീറ്റർ. അതായത് ഈ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് റൂട്ട് 175 സെന്റിമീറ്റർ ആണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം. Can a square pyramid be made with the lengths of the sides of each lateral face 40 centimeters, 25 centimeters, 25 centimeters? അതായത് ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആ ലാറ്ററൽ ഫേസിന്റെ അടിഭാഗം 40 സെന്റിമീറ്ററും ബാക്കി ഈക്വൽ സൈഡ്സ് 25 സെന്റിമീറ്റർ എന്നാണ്. ഒരു സ്ക്വയർ പിരമിഡിലെ ലാറ്ററൽ ഫേസ് എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമായിരിക്കും. അതായത് അതിന്റെ രണ്ട് സൈഡുകൾ തുല്യമായിരിക്കും. ആ ഒരു പ്രോപ്പർട്ടി ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ രണ്ട് സൈഡുകൾ എന്താണ്? തുല്യമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ബേസ് എഡ്ജ് തന്നിട്ടുണ്ട്. എന്താ ബേസ് എഡ്ജ് എന്ന് പറയുന്നത്? പാദവക്ക് 40 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ലൈനുകളെ പറയുന്ന പേരാണ് ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്ക്. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ ഇ കൊണ്ടാണ് സൂചിപ്പിക്കുക. അത് 25 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. a/2 ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ. ഇവിടെ a എന്ന് പറയുന്നത് ബേസ് എഡ്ജ് പാദവക്ക്, അതാണ് ഇവിടെ 40. ഇ എന്ന് പറയുന്നത് എന്താണ്? ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്ക്, അതാണ് നമുക്ക് ഇവിടെ 25 എന്ന് തന്നിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എൽ കണ്ടുപിടിച്ചൂടെ? എൽ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. ഈ സ്ക്വയർ എന്താണ്? 25ന്റെ സ്ക്വയർ. 25ന്റെ സ്ക്വയർ എത്ര വരും? 625. ഇനി a/2 എന്ന് പറഞ്ഞാൽ 40ന്റെ പകുതി 20. 20ന്റെ സ്ക്വയർ എത്രയാ? 400. 625ൽ നിന്നും 400 പോയാൽ 225. എൽ സ്ക്വയർ നമുക്ക് 225 ആണ് കിട്ടിയത്. അപ്പൊ എൽ എന്തായിരിക്കും? റൂട്ട് 225. റൂട്ട് 225 എന്താ? 15 സെന്റിമീറ്റർ. അതായത് ഈ സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസിന്റെ സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം എന്നത് എത്രയാണ്? 15 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി നമുക്കത് ഈ ഒരു സ്ക്വയർ പിരമിഡ് നമ്മൾ വരച്ചത് നോക്കണം. ഇതിലിപ്പോ നമുക്ക് തന്നിരിക്കുന്ന സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസിന്റെ പ്രത്യേകത എന്താണ്? ഈ സൈഡ് എത്രയാ? 20 അല്ലേ? അതുപോലെ ഈ സൈഡ് 25 തന്നെയാണ്. എല്ല് നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാ? 15. ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ സ്ലാന്റ് ഹൈറ്റ് ആണോ അതുപോലെ ഈ ഒരു ഭാഗമാണോ നീളം കൂടുതൽ? സ്ലാന്റ് ഹൈറ്റ് അല്ലേ? അതായത് a/2-നേക്കാട്ടിലും ബേസ് എഡ്ജിന്റെ പകുതിയേക്കാളും കൂടുതൽ സ്ലാന്റ് ഹൈറ്റ് ആണ് ആവേണ്ടത്. സാധാരണ ഒരു സ്ക്വയർ പിരമിഡിൽ എങ്ങനെയാണ് ആവേണ്ടത്? സ്ലാന്റ് ഹൈറ്റ് കൂടുതലും a/2 അഥവാ ബേസ് എഡ്ജിന്റെ പകുതി കുറവുമാണ് വേണ്ടത്. കാരണം ഈ ഫിഗറിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ബേസ് എഡ്ജിന്റെ പകുതി ഇവിടെ എത്രയുള്ളൂ? ഇത്രയുള്ളൂ. സ്ലാന്റ് ഹൈറ്റ് ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും സ്ലാന്റ് ഹൈറ്റ് കൂടുതലും ബേസ് എഡ്ജ് കുറവുമാണ് വേണ്ടത്. ഇവിടെ സ്ലാന്റ് ഹൈറ്റ് എത്രയാ? 15 അല്ലേ? ഈ 15 എന്ന് പറയുന്നത് a/2 എത്രയാ? 20 അല്ലേ? അപ്പോ 15 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ആണ്. അതായത് സ്ലാന്റ് ഹൈറ്റ് a/2-നേക്കാട്ടിലും ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ ഒരു ലാറ്ററൽ ഫേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്വയർ പിരമിഡ് പോസിബിൾ അല്ല. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യന്റെ ബി ക്വസ്റ്റ്യൻ. The radius of a sphere is 6 centimeters. What is its volume? What is the ratio of the volume of a sphere and the volume of a sphere with 1/3 of its radius?
ബൈ മെൽറ്റിംഗ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 5 centimeters ആൻഡ് റീകാസ്റ്റിംഗ് ഹൗ മെനി സ്ഫിയേഴ്സ് ഓഫ് 1/3 ഓഫ് ദ റേഡിയസ് ക്യാൻ ബി മെയ്ഡ്. അതായത് ഒരു ഗോളത്തിന്റെ ആരം 6 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വ്യാപ്തം എത്രയാണ്? ഒരു ഗോളത്തിന്റെയും അതിന്റെ 1/3 ആരമുള്ള ഗോളത്തിന്റെയും വ്യാപ്തങ്ങളുടെ അംശബന്ധം എന്താണ്? 5 സെന്റിമീറ്റർ ആരമുള്ള ഗോളം ഉരുക്കി അതിന്റെ 1/3 ആരമുള്ള എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം? അപ്പോ ഒരു വോളിയം ഓഫ് എ സ്ഫിയറിന്റെ വ്യാപ്തം, ഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വോളിയം ഓഫ് സ്ഫിയർ ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. ഈ ആർ എന്നത് എന്താണ്? ഈ സ്ഫിയർ അഥവാ ഗോളത്തിന്റെ റേഡിയസ് അഥവാ ആരമാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാ? 6 സെന്റിമീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിച്ചൂടെ? 4/3 പൈ ഇൻറ്റു 6 ക്യൂബ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 6 ഇൻറ്റു 6. 6 ഇൻറ്റു 6 എത്രയാ? 36. 36 ഇൻറ്റു 6 എത്രയാണ്? 36 ഇൻറ്റു 6 216 ഈക്വൽ ടു 216 ഡിവൈഡഡ് ബൈ 3 എത്ര വരും? 4 പൈ ഇൻറ്റു 72. 72 ഇൻറ്റു 4 എത്രയാ? 288 പൈ സെന്റിമീറ്റർ ക്യൂബ്. വോളിയം എഴുതുന്ന സമയത്ത് യൂണിറ്റ് എപ്പോഴും ക്യൂബിലാണ് എഴുതുക. അതായത് ഈ സ്ഫിയറിന്റെ വോളിയം എത്രയാണ്? 288 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, what is the ratio of the volume of a sphere and volume of a sphere with 1/3 of its radius? ഇവിടെ രണ്ട് സ്ഫിയർ ഉണ്ട്. ഈ ഒന്നാമത്തെ സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് 6 കൊണ്ട് സൂചിപ്പിക്കാം. ഇനി രണ്ടാമത്തെ സ്ഫിയറിന്റെ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് എത്രയാണ്? ഈ റേഡിയസിന്റെ 1/3 ഭാഗമാണ്. അതായത് 6 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ 6/3. ഇതാണ് സ്ഫിയർ 1, ഇതാണ് സ്ഫിയർ 2. ഇനി ഈ സ്ഫിയർ 1ന്റെ വോളിയം കാണാം. 4/3 പൈ ആർ ക്യൂബ്. ഇനി ഈ രണ്ടാമത്തെ സ്ഫിയറിന്റെ വോളിയം അഥവാ വ്യാപ്തം കാണാം. എന്താ? 4/3 പൈ r/3 ഹോൾ ക്യൂബ്. കാരണം ഇവിടെ റേഡിയസിന് പകരം എന്താണ്? r/3 ആണ്. ഇനി നമുക്ക് ഇതിന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? v1/v2 ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 4/3 പൈ r/3 ഹോൾ ക്യൂബ്. ഇനി ഇതിനൊന്ന് സോൾവ് ചെയ്യണം. 4/3 പൈ ആർ ക്യൂബ് നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു, ഡിവൈഡഡ് ബൈ 4/3 പൈ. ഇത് എങ്ങനെ വരും? ആർ ക്യൂബ് ഹരിക്കണം 3ന്റെ ക്യൂബ് എത്രയാണ്? 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27. ഇതിനെങ്ങനെ എഴുതാം? 4/3 പൈ ആർ ക്യൂബ് ഹരിക്കണം 4/3 പൈ ആർ ക്യൂബ് ഹരിക്കണം 27 എന്ന് എഴുതിക്കൂടെ? ഇനി ഇതിനെ 4/3 പൈ ആർ ക്യൂബ്, ഈ ഹരണം ഗുണനമാക്കി കഴിഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ ആണ് എടുക്കുക. 27/4/3 പൈ ആർ ക്യൂബ്. ഈ 4/3 പൈ ആർ ക്യൂബും ഈ 4/3 പൈ ആർ ക്യൂബും നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ എന്ത് വരും? 1 ഇൻറ്റു 27, 27/1. അതായത് സ്ഫിയറിന്റെ ഒന്നാമത്തെ സ്ഫിയറിന്റെ വോളിയം ബൈ രണ്ടാമത്തെ സ്ഫിയറിന്റെ വോളിയം എന്നത് നമുക്ക് എന്താ കിട്ടിയത്? 27/1. ഇനി ഇതിലെങ്ങനെ റേഷ്യോ ഒക്കെ എഴുതുക? ഒന്നാമത്തെ സ്ഫിയറിന്റെ വോളിയം ഈസ്റ്റു രണ്ടാമത്തെ സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 27:1 ആണ്. ഇങ്ങനെയാണ് നമുക്ക് റേഷ്യോ എഴുതുന്നത്. ഇനി ഈ റേഷ്യോ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഒന്നാമത്തെ ഒരു സ്ഫിയർ ഉണ്ട്. ഈ സ്ഫിയറിനെ 27 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കഷ്ണം കൊണ്ട് സ്ഫിയർ ഉണ്ടാക്കിയാലാണ് നമുക്ക് ഈ രണ്ടാമത്തെ സ്ഫിയർ, അതായത് ഈ റേഡിയസിന്റെ 1/3 റേഡിയസ് ആയിട്ടുള്ള ഒരു സ്ഫിയർ കിട്ടുക. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യം അത് വെച്ചിട്ടാണ്. എന്താണ്? ബൈ മെൽറ്റിംഗ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റർ ആൻഡ് റീകാസ്റ്റിംഗ്. അതായത് ഒരു ഗോളം എടുക്കുന്നു, ആ ഗോളത്തിന്റെ റേഡിയസ് അഥവാ ആരം 5 സെന്റിമീറ്റർ ആണ്.
അതിനെന്ത് ചെയ്യണം, ഉരുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് വീണ്ടും റീകാസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്പിയേഴ്സ് ഓഫ് 1/3 ഓഫ് ദ റേഡിയസ് ക്യാൻ ബി മേഡ്? അതായത് അതിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ അല്ലേ, അങ്ങനെയാണെങ്കിൽ 5/3 സെന്റിമീറ്റർ ഉള്ള എത്ര സ്പിയേഴ്സ് ഉണ്ടാക്കാം? നമ്മളിവിടെ പറഞ്ഞു ഒരു സ്പിയർ, ഒരു വലിയ ഒരു സ്പിയർ അഥവാ ഗോളം, ഈ ഗോളത്തിന്റെ റേഡിയസ് 6 ആണ്, അഥവാ ഇവിടെ എത്രയാ, 5 ആണ്. അങ്ങനെ ഈ ഗോളത്തിനെ എന്ത് ചെയ്യണം, ഉരുക്കുക, മെൽറ്റ് ചെയ്യണം. എന്നിട്ട് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ റേഡിയസിന്റെ 5ന് പകരം 5/3 ആയിട്ടുള്ള, അതായത് ഈ റേഡിയസിന്റെ 1/3 ഭാഗമായിട്ടുള്ള കുറച്ച് സ്പിയേഴ്സുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ എത്ര സ്പിയേഴ്സ് ഉണ്ടാക്കാം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു V1:V2 എന്നത് 27:1 ആണ്. അതായത് ഒന്നാമത്തെ സ്പിയർ നമ്മൾ ഉരുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉരുക്കിയിട്ട് 1/3 റേഡിയസ് ഉള്ള 27 സ്പിയേഴ്സ് അഥവാ ഗോളങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെയും നമുക്ക് എങ്ങനെ പറയാം, R=5 എന്ന സ്പിയർ ഉരുക്കിയിട്ട് റേഡിയസ് 5/3 ആയ എത്ര സ്പിയേഴ്സ് ഉണ്ടാക്കാം, 27 സ്പിയേഴ്സ് ഉണ്ടാക്കാം. സോ ആൻസർ എന്താണ്, 27 സ്പിയേഴ്സ് അഥവാ 27 ഗോളങ്ങൾ.